ഈ മനോഹരമായ വീട്ടിൽ ഒരു ഗേറ്റ് പണിയണം. അതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു ഗേറ്റ് പണിഞ്ഞു കൊടുക്കണം. ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ക്വയർ ട്യൂബ് 3x1 3x1 1.5x1 ഇത്രയും മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ ഈ ഗേറ്റ് പണിയുന്നത്. ചട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് 3x1. ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇതുപോലെ വി ഷേപ്പിൽ സെൻറ്റർ വി വരുന്ന മോഡലിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ടേപ്പർ കട്ടിംഗ് ആണ്. പട്ടികയ്ക്ക് കൊടുത്തിരിക്കുന്നത് 3x1 സ്ക്വയർ ട്യൂബ്. ഇനി സെൻറ്റർ ഭാഗത്താണ് നമ്മൾ ഈ 1.5x1 സ്ക്വയർ ട്യൂബ് കൊടുക്കുന്നത്. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് മോഡലിന് വേണ്ടി നമ്മൾ സ്റ്റീലിൻ്റെ ഹാഫ് ബോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാളം 1.5 കാലിൻ്റെ ആംഗ്ലറിലാണ് ഇതിൻ്റെ പാളം സെറ്റ് ചെയ്യുന്നത്. ഒരു 2 അടി ഗ്യാപ്പിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാല് കൊടുത്തിരിക്കുന്നത്. അത് 1/2 സ്ക്വയർ ട്യൂബാണ് ഇതിനകത്ത് കാലിന് കൊടുക്കുന്നത്. ഗേറ്റിൻ്റെ നീളം 14 അടി ഗേറ്റാണ്. 4 അടിയുടെ ചെറിയ പാളിയും 10 അടിയുടെ തള്ളു ഗേറ്റ്. പിന്നെ നമ്മൾ ഈ ഇടഭാഗത്തൊക്കെ ഇതിനൊക്കെ പുട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളം പിടിച്ചിരിക്കാതിരിക്കാൻ. ഒരു ബ്ലാക്ക് എപ്പോക്സിയാണ് അടിച്ചു കൊടുക്കുന്നത്. ഒരു ഗേറ്റിൻ്റെ ഫിനിഷിംഗ് വർക്കെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ബോൾ, ഹാഫ് ബോൾ വെച്ച് കൂടുതലൊരു മനോഹരമായിട്ട് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഹാഫ് ബോൾ കൊടുക്കുന്നത്. പിന്നെ സ്ക്വയർ ഹിഞ്ചസ്, പിന്നെ കറക്ക് ഗേറ്റിൻ്റെ മേളിൽ വയ്ക്കുന്ന ചെറിയൊരു കുറ്റി. ഇപ്പോൾ കൽപ്പണിക്കാർ പടങ്ങെല്ലാം കൊടുത്ത് ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ദിവസം ഫുള്ള് ഫിനിഷായിട്ടിരിക്കണം, എന്നാലേ പിറ്റേ ദിവസം അത് തുറക്കാക്കത്തുള്ളൂ. ഗേറ്റെല്ലാം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. സ്മൂത്തിയായിട്ട് ഓടിപ്പോകാൻ വേണ്ടി നമ്മളൊരു ഫൈബർ വീല്, ഇത് ബിയറിങ്ങിൻ്റെ ഫൈബർ വീലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടിയിൽ കൊടുത്തിരിക്കുന്ന വീലും ബിയറിങ്ങിൻ്റെ വീലാണ്.